തമിഴ്നാട് രാഷ്ട്രീയം എന്നും ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പലവിധ സംഭവവികാസങ്ങളാൽ സമ്പന്നമാണ്. അതിൻ്റെ ചരിത്രം വളരെ രസകരവുമാണ്. ഇപ്പോഴിതാ ADMKയുടെ നേതാവ് എടപ്പാടി പളനിസ്വാമി CPMനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ സ്റ്റാലിനോടൊപ്പം കൂടുന്നത്, NDAയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷണിക്കുകയാണ്. എന്താണ് ഈ ക്ഷണിക്കാനുള്ള കാരണം? എന്താണ് കാരണം? നമുക്കറിയാം, തമിഴ്നാട്ടിൽ ആ പാർട്ടിക്ക് DMKയുടെ പിന്നിൽ നിൽക്കുക എന്ന മാത്രമാണ് അവരുടെ നിഴലായിട്ട് നിൽക്കുക. കോൺഗ്രസിനും അതാണല്ലോ. കോൺഗ്രസും CPMും CPIയും ഒക്കെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ ദയാവായ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പണ്ട് നമുക്കറിയാം, ജയലളിത ഉണ്ടായിരുന്ന കാലത്ത് CPI നേതാവ് D രാജയ്ക്ക് രാജ്യസഭാ MP സ്ഥാനം കൊടുത്തത് ജയലളിതയാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് ജയിപ്പിച്ചു വിട്ടത്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അല്ലെ, പക്ഷേ എന്തായാലും നമുക്കറിയാവുന്നതാണ്, കേരളത്തിൽ നിന്ന് പറയും ഞങ്ങൾ ദേശീയ പാർട്ടിയാണ്, അഖിലേന്ത്യാ പാർട്ടിയാണ്. മറ്റു ജഡ്ജിയുടെ മുന്നിൽ തന്നെ ചോദിക്കുകയാണ്, DYFI അറിയില്ല. മാർക്കണ്ഡേയ കഡ്ജുവിന്റെ അടുക്കൽ റിയാസ് പണ്ട് ചോദിച്ചതാണ്. ആ രീതിയിൽ 5 കോടി അംഗങ്ങളുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇന്ത്യ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഈ പാർട്ടിക്ക് വലിയ വളർച്ചയൊന്നുമില്ല. ഈ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല. ഈ DMKയുടെ സഹായത്തോടു കൂടി തന്നെയാണ് അവർ നിൽക്കുന്നത്. കേരളത്തിൽ CPM എങ്ങനെയാണോ വലിയേട്ടൻ മനോഭാവം കാണിക്കുന്നത്, അതിനേക്കാൾ ഇരട്ടിയാണ് DMK സ്റ്റാലിൻ CPMനോടെല്ലാം കാണിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് പളനിസ്വാമി എടപ്പാടി പറഞ്ഞിട്ടുള്ള കൃത്യമാണ്. നിങ്ങൾ അവിടെ ഈ ചവിട്ടും തൊഴിയും കൊണ്ട് നിൽക്കാതെ ഞങ്ങളിലേക്ക് വരൂ. കാരണം നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ വർഷം നടന്നിട്ട് അതിന്റെ നടത്താനുള്ള ഒരു അനുമതി പോലും മാർച്ചിന് അനുമതി നൽകിയില്ല, ആ സർക്കാർ തന്നിട്ടില്ല. പിന്നെ എന്തിനാണ് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നിങ്ങൾ ഞങ്ങളോടൊപ്പം വരൂ എന്ന പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ലക്ഷ്യത്തിന് പിന്നിൽ അമിത്ഷായുടെ തന്ത്രങ്ങളുമുണ്ട്. അമിത്ഷാ കൃത്യമായി തന്നെ നമുക്കറിയാമല്ലോ, 2 മാസം മുൻപായിരുന്നു എടപ്പാടി ഡൽഹിയിലെത്തി ഇത്തരത്തിലുള്ള ചർച്ച നടത്തുന്നത്. അതിലൂടെ തന്നെ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ തമിഴ്നാട്ടിൽ പൂർണ്ണമായി തന്നെ ചർച്ച എന്ന് പറയുന്നത് ഒരു ആന്ധ്ര മോഡലാണ്. ആന്ധ്ര മോഡൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ DMK അവിടുത്തെ ഏറ്റവും വലിയ ശക്തിയാണ്. ഇതിന് സമാനമായി തന്നെയാണ് ആന്ധ്രയിലും OSR കോൺഗ്രസ് അവിടെ പ്രധാനപ്പെട്ട ശക്തിയാണ്. അവർക്കെതിരെ അങ്ങനെ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമൊന്നും ആ കാലത്ത് നമുക്ക് പെട്ടെന്ന് നോക്കി അറിയാൻ കഴിയില്ല. പക്ഷേ കൃത്യമായി തന്നെ TDPയും അതോടൊപ്പം തന്നെ BJPയും പ്രജാ പാർട്ടിയും ഈ പവൻ കല്യാണിൻ്റെ പാർട്ടിയും എല്ലാം ചേർന്ന് ഒരു പ്രത്യേക തരത്തിൽ വലിയ പ്രചരണം അഴിച്ചുവിടുകയും പിന്നീട് അവിടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വരുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. അതിന് സമാനമായ ഒരു തന്ത്രം തന്നെയാണ് തമിഴ്നാട്ടിലും പയറ്റുന്നത്. അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിലായിരുന്നു DMKയും അതോടൊപ്പം തന്നെ BJPയുമായി സഖ്യം ചേരുകയും പിന്നീട് ആ സഖ്യത്തിലേക്ക് വിജയെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അത്തരം സഖ്യത്തിന് ഇല്ലെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള സഖ്യം എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്നെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എങ്ങനെയെങ്കിലും ഈ DMK സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ്. അതിനു വേണ്ടിയുള്ള നിരന്തര പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, BJPയുടെ ഭാഗത്തു നിന്ന് വലിയൊരു മുരുക സംഗമം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ തന്നെ DMKയുടെ ഭാഗത്തു നിന്നും വലിയ റാലികൾ ഉണ്ടാകുന്നു. ആ റാലിയുടെ മുദ്രാവാക്യം തന്നെ ബൈ സ്റ്റാലിൻ എന്നാണ്. അത് വലിയ രീതിയിൽ തന്നെയാണ് സാധാരണ ഗ്രാമാന്തര അങ്ങോളം ഇങ്ങോളം അത് വലിയൊരു തരംഗം ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം കുട്ടികൾ ഉൾപ്പെടെ പറയുകയാണ് ബൈ സ്റ്റാലിൻ എന്ന രീതിയിലുള്ള വലിയ മുദ്രാവാക്യം ആ നാട് മുഴുവൻ കത്തിപ്പടരുകയാണ്. ആ രീതിയിൽ തന്നെയാണ് ആ രീതിയിൽ തന്നെ ആ ജനങ്ങൾക്കിടയിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മറ്റു പാർട്ടികൾക്കിടയിലും ആ പ്രതീക്ഷ വർദ്ധിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഈ CPIയെ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. CPIയെ മാത്രമല്ല, പല പാർട്ടികളെയും DMKയോടൊപ്പം നിൽക്കുന്ന പല പാർട്ടികളെയും തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനുള്ള കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് എടപ്പാടി നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പന്നീർ സെൽവവും അതോടൊപ്പം തന്നെ ഈ ജയലളിതയുടെ തോഴിയുണ്ടല്ലോ ശശികല ഉൾപ്പെടെയുള്ളവരെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാൻ BJP ശ്രമം നടത്തുന്നു. അങ്ങനെ DMKക്കെതിരെ ഒരു വലിയ മഴവിൽ സഖ്യമുണ്ടാക്കി അവരെ പരാജയപ്പെടുത്തുക. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ തലവേദനയാണ് ഈ DMK വരുത്തി വയ്ക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പറയാം, ഹിന്ദിയുമായി ബന്ധപ്പെട്ട ഒരു സമരം അവിടെ സംഘടിപ്പിക്കുന്നു. അതെ, അതുപോലെ തന്നെ ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടല്, ഈ നിയമനിർമ്മാണത്തിൽ സ്വയംഭരണാവകാശം സ്ഥാപിക്കാനുള്ള ശ്രമം,
ഇതൊക്കെ DMK വലിയ തലവേദനയാണ് BJPക്കും കേന്ദ്ര സർക്കാരിനും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ളതെല്ലാം വലിയ ചർച്ചയാണ്. കാരണം അദ്ദേഹം ഈ 3-4 മുഖ്യമന്ത്രിമാരെ വിളിച്ച് ചെന്നൈയിൽ യോഗം തന്നെ കൂടിയിരുന്നു. ആ രീതിയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയേക്കാൾ ഇപ്പോൾ BJPക്ക് തലവേദനയായി മാറാൻ സ്റ്റാലിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാലിനെ പരമാവധി അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നത് BJPയുടെ അജണ്ടയാണ്. ഇങ്ങനെ ഒരു നീക്കം നാം കണ്ടത് കുറച്ചു നാൾ മുൻപ് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ കെജ്രിവാൾ ഇത്തരത്തിൽ വലിയ ശല്യമായിരുന്നു BJPക്ക് ഉണ്ടായത്. തലവേദനയായി വന്നപ്പോഴായിരുന്നു അദ്ദേഹത്തെ പൂർണ്ണമായി തന്നെ പ്രവർത്തനത്തിലൂടെയാണ് തോൽപ്പിക്കുന്നത്, അല്ലാതെ മറ്റ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാം അത് കണ്ടിട്ടുണ്ടല്ലോ. ഉത്തർപ്രദേശിൽ യോഗിയുടെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അവിടെ പോയി ഹിന്ദുവിൻ്റെ അവിടെ ചോദിക്കുകയാണ്, നിങ്ങൾ മുസ്ലിം ഏതാണ് ജാതി, നിങ്ങളുടെ ജാതി എന്താണ് എന്ന രീതിയിലുള്ള മതം പറഞ്ഞ് അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു വലിയ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി വന്നാൽ അറിയാമല്ലോ, കണ്ണൂർ ഉൾപ്പെടെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലായ്മയിലൂടെയാണ് അവർ മറ്റു പാർട്ടികളെ പരാജയപ്പെടുത്തുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല എന്തായാലും ഈ തമിഴ്നാട്ടിൽ ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത്. തമിഴ്നാട്ടിൽ കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ ഒരു മുന്നണി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു, ഒരു മുന്നണി സഖ്യമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാലിനത് ചെറിയ വെല്ലുവിളിയല്ല. കാരണം ഈ പറയുന്നത് പോലെ ADMKക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് ADMK ഒറ്റയ്ക്ക് മത്സരിച്ചാൽ സ്റ്റാലിനെ പിന്തള്ളാൻ സാധിക്കില്ല. അവിടെ BJPയും മറ്റു ചില കക്ഷികളും, ചെറിയ കക്ഷികൾ, ഈ പട്ടാളി മക്കൾ കക്ഷി പോലെയുള്ള ചെറിയ കക്ഷികളുമൊക്കെ കൂട്ടുചേർന്നാൽ ADMKക്ക് സുഖമായിട്ട് DMKയെ തോൽപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല ഇത്രയും കാലത്തെ ഭരണവിരുദ്ധ തരംഗമുണ്ട്, സ്റ്റാലിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇതെല്ലാം അവിടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തീർച്ചയാണ്. തമിഴ്നാട് രാഷ്ട്രീയം പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്, ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അവിടെ MGR ആയാലും ജയലളിത ആയാലും വലിയ രീതിയിലുള്ള കരുണാനിധി ആയാലും എല്ലാവരും ചലച്ചിത്ര മേഖലയുമായി ആണ് ബന്ധപ്പെട്ട് വന്നത്. അത് ലക്ഷ്യമിട്ടാണ് ഈ സ്റ്റാലിൻ തൻ്റെ മകനെ സിനിമയിൽ അഭിനയിപ്പിക്കുകയും ഇപ്പോൾ അവസാന ഘട്ടം ഉപമുഖ്യമന്ത്രിയാക്കി സിനിമയിൽ നിന്നൊക്കെ അദ്ദേഹം ഏതാണ്ട് ഒരു വിടുതൽ നേടി ഒരു സിനിമാക്കാരനാണെന്ന പേരിലാണ് ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്നത്. പക്ഷേ ആ രാഷ്ട്രീയ വോട്ടുകൾ, കാരണം ഈ സിനിമാ പ്രേമികളുണ്ടല്ലോ, സിനിമാ പ്രേമികൾ ഈ വോട്ട് ചെയ്യുന്നത് ഈ സിനിമാ നടന്മാരെ നോക്കിയായിരിക്കും. ആ വോട്ട് നേടാമെന്ന് വിചാരിച്ചപ്പോൾ ആ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ വിജയ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വിജയ് ഏറ്റവും കൂടുതൽ പിടിച്ചെടുക്കാൻ പോകുന്ന DMKയുടെ വോട്ടുകളാണ്. അത് തന്നെയാണ് DMK വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നത്. ഒരു ഭാഗത്ത് ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാനായി BJPയും അണ്ണാ DMKയും തയ്യാറായി നിൽക്കുന്നു. പിന്നീട് മറ്റൊരു DMKയുടെ അടിത്തറ ഉള്ള വോട്ടുകൾ, കേഡർ വോട്ടുകൾ സ്വന്തമാക്കാനായി വിജയും നിൽക്കുകയാണ്. അങ്ങനെ DMKയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അങ്കലാപ്പാണ് ആ പാർട്ടിയിൽ, എന്ത് ചെയ്യട്ടെന്ന് അറിയില്ല. അദ്ദേഹം നിരന്തരം ഇപ്പം മധുരയിൽ ഈ മുരുക ഭക്ത സംഗമം വലിയ വിജയമായി മാറി. കോടിക്കണക്കിന് മുരുക ഭക്തരാണ് അതിൽ പങ്കെടുത്തത്. അത് കണ്ട് സ്റ്റാലിൻ ആകെ ഞെട്ടി തകർന്നിരിക്കുകയാണ്. അദ്ദേഹം മധുരയിലാണോ ചെന്നൈയിലാണോ എന്ന് അറിഞ്ഞൂടാ, ഒരു വലിയ മുരുക പ്രതിമ സ്ഥാപിക്കാൻ പോവുകയാണ്. തിരുവള്ളുവരുടെ പ്രതിമ കന്യാകുമാരിയിൽ സ്ഥാപിച്ചതുപോലെ ഒരു വലിയ പ്രതിമ സ്ഥാപിക്കാൻ പോവുകയാണ്. എന്തായാലും ഇതിലെ ഏറ്റവും രസമെന്ന് പറയുമ്പോൾ, കേരളത്തിൽ പണ്ടുകാലത്ത് BJPയും CPMും എല്ലാം കേന്ദ്രത്തിൽ ഒരുമിച്ച് ഭരിക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ, 80 കാലഘട്ടത്തിലല്ല, 80-90 കാലഘട്ടത്തിൽ. അതിന് സമാനമായി തന്നെ ഒരു മഴവിൽ സഖ്യം ഈ തമിഴ്നാട്ടിലും ഉണ്ടാകുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ പിണറായിക്കും അതോടൊപ്പം തന്നെ പിണറായിയുടെ പരിവാരങ്ങൾക്കുമായിരിക്കും വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇതുമാത്രമല്ല, ബംഗാളിലും BJP CPMനെ തങ്ങളുടെ പാളയത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇനി പോകെ അങ്ങനൊരു സഖ്യം ഉണ്ടാകുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു.